RRB ടെക്നീഷ്യൻ 2026 നോട്ടിഫിക്കേഷൻ വന്നുല്ലേ. അതിനുശേഷം ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് ITI കഴിഞ്ഞ ആളുകൾക്കുള്ള പോസ്റ്റാണ്, അതിലേക്ക് ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ തുടങ്ങി കുറേ അധികം സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് RRB ടെക്നീഷ്യൻ എക്സാം ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ ഇന്നെലിജിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 2 പോസ്റ്റുകളാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അല്ലേ. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലും അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 വേരിയസ് ഡിപ്പാർട്ട്മെന്റിലുമാണ് വന്നിരിക്കുന്നത്. അതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത് അത് ലെവൽ 5ലുള്ള, അതായത് RRB ജെയുടെ തൊട്ടു താഴെയുള്ള പോസ്റ്റാണ്. അതിൽ 323 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഇതിന്റെ റിക്വയർമെന്റ് എന്താണ്? ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ സയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയമായിരിക്കും ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത്. നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ ബ്രാഞ്ചുകാർക്കാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാച്ചിലർ ഓഫ് സയൻസ് അല്ലെ, ബാച്ചിലർ ഓഫ് സയൻസ് ആൻഡ് ബാച്ചിലർ സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഓർ കൊടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അതായത് BSc ഫിസിക്സ് പറ്റും, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഓർ കൊടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് BSc ഇൻ കോമ്പിനേഷൻ ഓഫ് എനി സബ്സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇതിൻ്റെ ഏതെങ്കിലും കോമ്പിനേഷൻ ആയിട്ടുള്ള BSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 ഇയർ ഡിപ്ലോമ ഇൻ എബോവ് ബേസിക് സ്ട്രീംസ് ഇൻ കോമ്പിനേഷൻ ഓഫ് സ്ട്രീംസ് എന്ന് വെച്ചാൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് പറ്റും? ക്ലിയർലി ഇലക്ട്രോണിക്സുകാർക്ക് പറ്റുമെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ, കാരണം അതിൻ്റെ സ്ട്രീമായിട്ട് വരുന്നുണ്ട്. EC കഴിഞ്ഞ ആളുകൾക്ക്, BTech EC കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് അതും അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസ് BTech ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രിക്കൽ പറ്റുമോ എന്നുള്ളത്, ഇലക്ട്രിക്കലും പറ്റും. കാരണം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് നിങ്ങൾ പഠിക്കുന്ന സ്ട്രീം. അതുകൊണ്ട് അതിൻ്റെ സബ് സ്ട്രീം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക്കലുകാർക്കും ഈ ബ്രാഞ്ചിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കലും സിവിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത 2 ബ്രാഞ്ചുകളാണ്. എഞ്ചിനീയറിംഗ് പറ്റുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എബോവ് ബേസിക് സ്ട്രീംസ് ഓഫ് ഓർ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദി എബോവ് ബേസിക് സ്ട്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് എഞ്ചിനീയേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്ലോമ ഓർ BTech ഏതൊക്കെ ബ്രാഞ്ചാണ്? ഒരിക്കൽ കൂടി പറയാണ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ. അപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ആളുകൾക്കും എന്ത് ചെയ്യാവുന്നതാണ്? ഈ ഒരു പോസ്റ്റിലേക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുള്ള SIT പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് SIT ഡിപ്പാർട്ട്മെന്റിലെ സിഗ്നലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇവിടേക്ക് ITI കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഈ ഒരു പോസ്റ്റിലേക്ക് ITI കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ലെവൽ 2 പോസ്റ്റ് ആണ്. അതിലാണ് കൂടുതൽ വേക്കൻസി. 6334 ഒഴിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്നീഷ്യൻ ഗ്രേഡ് 3 വന്നിട്ടുണ്ട്. ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3, B1, B2, C1 എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ യോഗ്യത? 10th ഗ്രേഡ് പ്ലസ് ITI ഓർ അപ്രന്റീസ്ഷിപ്പ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിന്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ITIക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതേപോലെ ഇതിലേക്ക് BTechക്കാർക്കും ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. തീർച്ചയായിട്ടും ITI കഴിഞ്ഞ ആളുകൾ മാത്രമല്ല, BTechക്കാരും ഡിപ്ലോമക്കാരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ചില പോസ്റ്റുകൾ വരുന്നുണ്ട്. അതിനർത്ഥം എല്ലാ പോസ്റ്റിലേക്കും ITIക്കാരുടെ 6234 അവസരങ്ങളിലും BTechക്കാർക്ക് അപ്ലൈ ചെയ്യാം എന്നല്ല. ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം ഏതാണതെന്ന്. അപ്പോൾ ഇതാണ് ITI ടെക്നീഷ്യൻ ഗ്രേഡ് 3 വരുന്നത്. അതിൽ ആദ്യത്തെ ബ്രാഞ്ച് നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രാക്ക് മെഷീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട്? ഫിറ്റർ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് മെക്കാനിക് പറഞ്ഞിട്ടുണ്ട്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്സ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വെൽഡർ, മെഷീനിസ്റ്റ്, മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് കോഴ്സ് കംപ്ലീറ്റ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ദ ട്രേഡ് മെൻഷൻഡ് എബവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഇത്രയും ട്രേഡുള്ള ആളുകൾക്ക് ഒരുവിധം എല്ലാ ട്രേഡുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രാക്ക് മെഷീൻ എന്ന് പറയുന്നത്. ഇനി ടെക്നീഷ്യൻ ബ്ലാക്ക് സ്മിത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SSLC പ്ലസ് NCVT ഇൻ ട്രേഡ് ഓഫ് ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ, ഫൗണ്ടറി മാൻ, അതേപോലെ തന്നെ മൗൾഡർ, അതേപോലെ മെട്രിക്കുലേഷൻ SSLC പ്ലസ് കോഴ്സ് കംപ്ലീറ്റ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ദ ട്രേഡ് എബോ ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എഞ്ചിനീയറിംഗിൽ ബ്രിഡ്ജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രേഡുകൾ ഏതൊക്കെയാണ്? വെൽഡർ പറഞ്ഞിട്ടുണ്ട്, ഫിറ്റർ പറഞ്ഞിട്ടുണ്ട്, ദെൻ മറ്റേ ഞാൻ പറയുന്നില്ല SSLC പ്ലസ് CCNA അതായത് കോഴ്സ് കംപ്ലീറ്റ് ആക്ട് അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലൊന്നും ബിടെക്കാർക്കോ ഡിപ്ലോമക്കാർക്കോ അപ്ലൈ ചെയ്യാൻ യാതൊരു സ്കോപ്പും ഇല്ല കേട്ടോ. അതേപോലെ തന്നെ അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിറ്റർ പോസ്റ്റിലേക്കുള്ള ആളുകൾക്കും കാർപ്പൻറ്റർ, വെൽഡർ, പ്ലംബർ, പൈപ്പ് ഫിറ്റർ ഒക്കെ എന്ത് ചെയ്യാവുന്നതാണ്? ടെക്നീഷ്യൻ ഗ്രേഡ് 3 കാരേജ് ആൻഡ് വാഗനിൽ അപ്ലൈ ചെയ്യാം. ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ, ഡീസൽ ഇലക്ട്രിക്കൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്, ഓട്ടോ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, വയർമാന്, ദെൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ് ഒക്കെയുള്ള ആളുകൾക്കാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഡീസൽ ഇലക്ട്രിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫിറ്റർ, മെക്കാനിക് ഡീസൽ, മെക്കാനിക് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഹെവി വെഹിക്കിൾ, മെക്കാനിക് ഓട്ടോമൊബൈൽ, അതേപോലെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ട്രാക്ടർ മെക്കാനിക്, വെൽഡർ, അതേപോലെ പെയിൻറ്റർ, ഇതൊക്കെ ഈ ബ്രാഞ്ചിലുള്ള ആളുകൾക്കൊക്കെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഡീസൽ മെക്കാനിക്കൽ അപ്ലൈ ചെയ്യാം. ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റ് ഉണ്ടോ? ഉണ്ട്, വരുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യണേ, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ TRS നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യന്, വയർമാന്, ഇലക്ട്രോണിക് മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ്, മെക്കാനിക്സ് HTLT എക്യുപ്മെന്റ് ആൻഡ് കേബിൾ ജോയിന്റിങ്, ഫിറ്റർ, വെൽഡർ, പെയിൻറ്റർ എന്നുള്ള പോസ്റ്റിലേക്കൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്? അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ കേട്ടോ, ഇലക്ട്രിക്കൽ GS ജനറൽ സർവീസ്, സിഗ്നൽ അല്ല ജനറൽ സർവീസ് കേട്ടോ. അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യന്, വയർമാൻ, മെക്കാനിക് HTLT, ഇലക്ട്രോണിക് മെക്കാനിക് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് ഇലക്ട്രിക്കൽ TRDയിൽ പറഞ്ഞിരിക്കുന്നത് അഗെയിൻ ഇലക്ട്രീഷ്യൻ, വയർമാൻ, മെക്കാനിക് HTLT ആണ്, ഇലക്ട്രോണിക് മെക്കാനിക് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത്. ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് 3 EMUവിൽ പറഞ്ഞിരിക്കുന്നത് അഗെയിൻ ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക് മെക്കാനിക്, പവർ ഇലക്ട്രോണിക്സ്, മെക്കാനിക് HTLT, അതേപോലെ തന്നെ ഫിറ്റർ, വെൽഡർ, പെയിൻറ്റർ, മെഷീനിസ്റ്റ്, കാർപ്പൻറ്റർ ഒക്കെ എന്താണ് ഈ ഒരു ഇതിലെ സ്ട്രീമിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഫിറ്റർ. അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിറ്റർ ട്രേഡുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഫിറ്റർ ട്രേഡുള്ള ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന എയർ കണ്ടീഷനിങ്, ഇലക്ട്രീഷ്യന്, വയർമാൻ, ഇലക്ട്രോണിക് മെക്കാനിക്കിനൊക്കെ അവിടെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾക്ക് ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും ITIക്കാർക്കും ഒരേപോലെ S&Tയിൽ സിഗ്നലിൽ വരുന്ന സിഗ്നൽ നമുക്കറിയാം ഗ്രേഡ് 1ൽ സിഗ്നൽ S&T തന്നെയാണുള്ളത്. അതേപോലെ ഗ്രേഡ് 3 സിഗ്നൽ S&Tയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് ITI ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് NCVT ഓർ CVT ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, വയർമാന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ട്രേഡിലുള്ള ITIക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമേ. ഇനി അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ് ഓർ ഇട്ടിട്ട് മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് കോഴ്സ് കംപ്ലീറ്റ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ദ ട്രേഡ് മെൻഷൻഡ് എബോവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഓർ ഇട്ടിട്ട് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് 10+2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ്. അപ്പോൾ ഭൂരിഭാഗം ബിടെക്കാരും ഡിപ്ലോമക്കാരും 10+2 ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ച ആളുകളായിരിക്കും. അതുകൊണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് എവറി ബ്രാഞ്ച്, അതായത് മെക്കാനിക്കലിലും ഇലക്ട്രിക്കലിലും ഇലക്ട്രോണിക്സിനും കമ്പ്യൂട്ടർ സയൻസിനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറയുന്നത്. പക്ഷേ ടെക്നീഷ്യൻ ഗ്രേഡ് 1 S&T നിങ്ങൾക്കറിയാം, അതിൽ സ്പെസിഫിക് ബ്രാഞ്ച് ഉണ്ട്, ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും IT ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ +2 ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 വെൽഡർ. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽഡർ ഗ്യാസ് ഇലക്ട്രിക്, അതേപോലെ വെൽഡർ സ്ട്രക്ചറൽ വെൽഡർ TIG MIG, വെൽഡർ ഫാബ്രിക്കേഷൻ ആൻഡ് ഫിറ്റിംഗ് ഒക്കെയുള്ള ആളുകൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 ക്രെയിൻ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ NCVT or CVT ഇൻ ദ ട്രേഡ് ഓഫ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് കം ഓപ്പറേറ്റർ, ക്രെയിൻ ഓപ്പറേറ്റർ ലോക്കോമോട്ടീവ് ബ്രാഞ്ചസിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് കാർപ്പൻറ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
കാർപ്പൻറ്റർ ഓർ ഫർണിച്ചർ ആൻഡ് ക്യാബിനറ്റ് മേക്കർ അതിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ PU ആൻഡ് WSൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക് മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ്, മെക്കട്രോണിക്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഫിറ്റർ, അഗെയിൻ അത് ഫിറ്ററുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് 3 മെഷീനിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷീനിസ്റ്റ്, ടേണർ അല്ലേ, മെഷീനിസ്റ്റ്, ടേണർ, അതേപോലെ മെഷീനിസ്റ്റ്, ഗ്രൈൻഡർ, ഓപ്പറേറ്റർ, അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ടെക്നീഷ്യൻ അടുത്ത പോസ്റ്റ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അഗെയിൻ മെഷീനിസ്റ്റ്, മെക്കാനിക്, മോട്ടോർ, മെക്കട്രോണിക്സ്, ടേണർ, ഓപ്പറേറ്റർ, അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾസുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് മിൽ റൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് മെക്കാനിക് മെഷീൻ ടൂൾ ആൻഡ് മെയിൻ്റെനൻസ്, മെക്കാനിക് അഡ്വാൻസ്ഡ് മെഷീൻ ടൂളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ പെയിൻറ്റർ പോസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഇൻ ദ ട്രേഡ് ഓഫ് പെയിൻറ്റർ ഓർ ജനറൽ, ഡൊമസ്റ്റിക് പെയിൻറ്റർ, ഇൻഡസ്ട്രിയൽ പെയിൻറ്റർ, ആ ഒരു ട്രേഡ് പഠിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രിമ്മർ വർക്ക്ഷോപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ ട്രേഡ് ഓഫ് ടൈലർ, ജനറൽ, അപ്ഹോൾസർ, കട്ടിംഗ് ആൻഡ് സീയിങ്, അതേപോലെ സ്വിങ് ടെക്നോളജി, ഡ്രസ് മേക്കിംഗ്, ഡിസൈനർ ആൻഡ് മാസ്റ്റർ കട്ടർ, ആ ഒരു പോസ്റ്റിലുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് 3 വെൽഡർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, വെൽഡർ സ്ട്രക്ചറൽ, വെൽഡർ പൈപ്പ്, വെൽഡർ TIG MIG, വെൽഡർ ഫാബ്രിക്കേഷൻ ആൻഡ് ഫിറ്റിംഗ് ആണ് ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണെങ്കിൽ അവിടെ BSCയോ ഡിപ്ലോമയോ BTechോ കമ്പൽസറി ആണ്. അതും ഏതൊക്കെ ട്രേഡിലാണ്? ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT സ്ട്രീമിലുള്ള ആളുകൾക്ക്, ഇൻസ്ട്രുമെന്റേഷൻ സ്ട്രീമിലുള്ള ആളുകൾക്കാണ് അവിടെ BTech, ഡിപ്ലോമ, അതേപോലെ തന്നെ BSc കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 33 ആണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 33 ആണ്. OBC ആണെങ്കിൽ ഒരു 3 വർഷത്തെ റിലാക്സേഷനും SC ST ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷനും ആണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ കേസിൽ നമ്മൾ വരികയാണെങ്കിൽ അവിടെ 10th പ്ലസ് ITI NCVT ഓർ SCVT ഓർ കോഴ്സ് കംപ്ലീറ്റ് ആക്ട് അപ്രന്റീഷിപ്പ് ആണ് ആവശ്യമുള്ളത്. അതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. എന്നാൽ അതിൽ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്ക് മാത്രം, അതായത് S&Tയിൽ മാത്രം +2ൽ ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആകുന്നുണ്ട് ആ ഒരു പോസ്റ്റിലേക്ക് മാത്രം. ചുരുക്കി പറഞ്ഞാൽ S&T സിഗ്നലിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണെങ്കിലും ഗ്രേഡ് 3 ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, BTechക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 30 ആണ് കേട്ടോ. ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ 18 to 30 ആണ്. ഒരു 3 ഇയർ റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന OBC കാറ്റഗറിയിലും, അതേപോലെ തന്നെ ഒരു 5 ഇയർ റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട് SC ST കാറ്റഗറിയിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. ഈ ഒരു എക്സാം അത്യാവശ്യം നല്ല കോമ്പറ്റീഷനുള്ള ഒരു സിംഗിൾ ടയർ എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എൻട്രിയിൽ കഴിഞ്ഞ തവണ ഒരുപാട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. സോ എൻട്രി ആപ്പിൻ്റെ RRB ടെക്നീഷ്യൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതേപോലെ ഇതിൻ്റെ ക്ലാസ്സസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മികച്ച ഓഫർ പ്രൈസിൽ കോഴ്സ് സ്വന്തമാക്കാൻ പറ്റും. സോ RRB ടെക്നീഷ്യൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് 2026 ഒരു സ്വപ്ന ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.